എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത്? ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ. ലിൻഡി കാമറൂൺ ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത്. 2024 ജോൺ എൽ ജാക്ക് സ്വിഗേർഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം? 2024 ജോൺ എൽ ജാക്ക് സ്വിഗേർഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ് 2024 ജോൺ എൽ ജാക്ക് സ്വിഗേർഡ് ജൂനിയർ അവാർഡ് ലഭിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനം ഷെഫ് ഡി മിഷൻ സ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം? 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം മേരി കോം. മേരി കോമാണ് 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനം ഷെഫ് ഡി മിഷൻ സ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം. ജെഫ് ബെസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ NS-25 ന്യൂ ഷെപ്പേർഡ് 25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി? ഇന്ത്യക്കാരനായ ആദ്യ സ്പേസ് ടൂറിസ്റ്റ്? ജെഫ് ബെസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടഗുര. ആന്ധ്രാപ്രദേശുകാരനായ ഗോപിചന്ദ് തോട്ടഗുരയാണ് ജെഫ് ബെസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് 25 NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ വിനോദസഞ്ചാരി. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ്? അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സ്. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ? 30 വർഷങ്ങൾക്ക് ശേഷം 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയാണ് 30 വർഷങ്ങൾക്ക് ശേഷം 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ. പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതി? പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതി കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം പദ്ധതിയാണ് പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതി. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയാനുള്ള കടലാസ് രഹിത പരിശോധന സംവിധാനം? വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസ് രഹിത പരിശോധനാ സംവിധാനം ഡിജി യാത്ര. ഡിജി യാത്രയാണ് വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസ് രഹിത പരിശോധന സംവിധാനം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ ഉപഗ്രഹമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാര ജേതാവായ ചലച്ചിത്രതാരം? പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാര ജേതാവായ ചലച്ചിത്രതാരം രാഘവൻ. ചലച്ചിത്രമായ രാഘവനാണ് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത്. കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതി? കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതി PM കുസും യോജന. PM കുസും യോജന പദ്ധതിയാണ് കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതി. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം? 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ്
2024 ഏപ്രിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2024 ഏപ്രിലിൽ പുറത്ത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ഇന്ദുചൂടൻ എന്നാണ്, ഇന്ദുചൂടൻ്റെ ജീവചരിത്രം. 2024 ഏപ്രിലിൽ പുറത്തിറങ്ങിയ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ്റെ ജീവചരിത്രം. പക്ഷികളും ഒരു മനുഷ്യനും, ഇന്ദുചൂടൻ്റെ ജീവിതം. രചന സുരേഷ് ഇളമൻ. പക്ഷികളും ഒരു മനുഷ്യനും, ഇന്ദുചൂടൻ്റെ ജീവിതം എന്നതാണ് 2024 ഏപ്രിലിൽ പുറത്തിറങ്ങിയ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ, ഇന്ദുചൂടൻ്റെ ജീവചരിത്രം. ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി. ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി റിയാഫി ടെക്നോളജീസ്. റിയാഫി ടെക്നോളജീസ് ആണ് ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? റഷ്യ. ഇന്ത്യൻ വ്യോമസേന റഷ്യയിൽ നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയ. റൊമാനിയയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം റഷ്യ. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്നത് റഷ്യയിലാണ്. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 10. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യം. 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യം. 2024 ഏപ്രിലിൽ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം. 2024 ഏപ്രിലിൽ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഇസ്രായേൽ. ഇസ്രായേലാണ് 2024 ഏപ്രിലിൽ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം. ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? നാസ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്. 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത്. 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയാണ് 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത്. 2024 ഏപ്രിലിൽ ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ. 2024 ഏപ്രിലിൽ ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ സജന സജീവൻ, ആശ ശോഭന. വയനാട്ടിൽ നിന്നുള്ള സജന സജീവനും തിരുവനന്തപുരത്തു നിന്നുള്ള ആശ ശോഭനയുമാണ് 2024 ഏപ്രിലിൽ
ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ സജന സജീവനും ആശ ശോഭനയും. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിട്ടുള്ള പേര്. രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത്. രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് IIT മദ്രാസ്. IIT മദ്രാസ് ആണ് രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത്. 2023-24 ISL ലീഗ് ഷീൽഡ് ജേതാക്കൾ. 2023-24 ISL ലീഗ് ഷീൽഡ് ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ്. കൊൽക്കത്ത ടീമായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റാണ് 2023-24 ISL ലീഗ് ഷീൽഡ് ജേതാക്കൾ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കിയത്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 287 റൺസാണ് നേടിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കിയത്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഒരു ഷൂട്ടിംഗ് താരമാണ്. സൂര്യഗ്രഹണ സമയത്ത് നാസയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ. സൂര്യഗ്രഹണ സമയത്ത് നാസയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ അരോഹ് ബർജാത്യ. അരോഹ് ബർജാത്യയാണ് സൂര്യഗ്രഹണ സമയത്ത് നാസയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദിയായിരുന്നത്. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദിയായിരുന്നത് ഖത്തർ. ഖത്തറായിരുന്നു 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദിയായിരുന്നത്. 2024 ജൂലൈയിൽ ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയ ഗ്രീക്ക് നടി. 2024 ജൂലൈയിൽ ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയ ഗ്രീക്ക് നടി മേരി മിന. മേരി മിന എന്ന ഗ്രീക്ക് നടിയാണ് 2024 ജൂലൈയിൽ ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖയിൽ ദീപം കൊളുത്തിയത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം ദീപേന്ദ്ര സിംഗ് ഐറി. നേപ്പാൾ താരമായ ദീപേന്ദ്ര സിംഗ് ഐറിയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. ദേശീയ സുരക്ഷാ സേന NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് നളിൻ പ്രഭാത്. നളിൻ പ്രഭാതാണ് NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. 2024 ഏപ്രിലിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം. 2024 ഏപ്രിലിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബംഗളൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് 2024 ഏപ്രിലിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം IISc ബംഗളൂരു. ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത്. ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത് അമിതാഭ് ബച്ചൻ.
അമിതാഭ് ബച്ചനാണ് ലതാ ദിനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത്. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. IMFൻ്റെ MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവ. ക്രിസ്റ്റലീന ജോർജീവയാണ് IMFൻ്റെ MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. വാക്സിൻ്റെ പേര് MEN5CV. നൈജീരിയയാണ് ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. വാക്സിൻ്റെ പേര് MEN5CV. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപാളി. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപാളി ഗോൾഡിൻ. ഗോൾഡിനാണ് അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപാളി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയാണ് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി. ബ്രസൽസ് രാജ്യാന്തര ഫാന്റാസ്റ്റിക് ചലച്ചിത്രമേളയുടെ BIFFF ഫിലിം മാർക്കറ്റ് 2024 തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. ബ്രസൽസ് രാജ്യാന്തര ഫാന്റാസ്റ്റിക് ചലച്ചിത്രമേളയുടെ ഫിലിം മാർക്കറ്റ് 2024 തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം വടക്കൻ. വടക്കൻ എന്ന മലയാള ചലച്ചിത്രമാണ് ബ്രസൽസ് രാജ്യാന്തര ഫാന്റാസ്റ്റിക് ചലച്ചിത്രമേള BIFFF ഫിലിം മാർക്കറ്റ് 2024 തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. 2024 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം. 2024 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം സാക്ഷി മാലിക്. ഗുസ്തി താരമായ സാക്ഷി മാലിക്കാണ് 2024 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം. 2024 ഏപ്രിലിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്സ് UNFPA 2024 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം. UNFPA 2024 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ. ഏകദേശം 144 കോടിയാണ് ഇന്ത്യൻ ജനസംഖ്യ. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. 2024 ഏപ്രിലിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്സ് UNFPA 2024 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ളത് ഇന്ത്യയാണ്. ഏകദേശം 144 കോടിയാണ് ജനസംഖ്യ. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ്. ഉദയ് എക്സ്പ്രസ് ആണ് കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച്. 2024 ഏപ്രിലിൽ സൂര്യൻ്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം. 2024 ഏപ്രിലിൽ സൂര്യൻ്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം പോൺസ് ബ്രൂക്സ്. പോൺസ് ബ്രൂക്സ് എന്ന വാൽ നക്ഷത്രമാണ് 2024 ഏപ്രിലിൽ സൂര്യൻ്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.